പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധം. ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള ധനസമാഹരണം സുപ്രീം കോടതി റദ്ദാക്കി. അജ്ഞാതനായി നിന്ന് പണം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. വിവരാവകാശ നിയമത്തിന് വിരുദ്ധമാണ് ബോണ്ടെന്നും കോടതി കണ്ടെത്തി. 5 അംഗ ബെഞ്ച് 2 വിധി എഴുതിയെങ്കിലും രണ്ടും ബോണ്ട് റദ്ദാക്കുന്നതിനെ അനുകൂലിച്ചു. ഇലക്ട്രൽ ബോണ്ടുകൾ നിലവിൽ വന്ന 6 വർഷത്തിനു ശേഷമാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി. കോടതിയുടെ കണ്ടെത്തലുകൾ ഇങ്ങനെ: ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ്. അജ്ഞാതനായി നിന്ന് പണം നൽകുന്നത് കൈക്കൂലിയായി മാറാം. ഇലക്ട്രൽ ബോണ്ടുകൾ ഭരിക്കുന്ന പാർട്ടികൾക്ക് മാത്രം നേട്ടമാകുമെന്ന ഹർജിക്കാരുടെ വാദം നിലനിൽക്കും. പണം നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ ബാങ്കിനോ പാർട്ടികൾക്കോ അവകാശമില്ല. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, BR ഗവായി, JB പർദിവാല, മനോജ് മിശ്ര എന്നിവർ അടങ്ങുന്ന 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. SBI പുറപ്പെടുവിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകളാണ് ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങി വന്നിരുന്നത്. ഇതുവരെ വിറ്റ മുഴുവൻ ബോണ്ടുകളുടെയും വിവരങ്ങൾ അറിയിക്കാൻ സുപ്രീം കോടതി SBIയോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികളുടെ ധനസമാഹരണത്തിന് ഏറ്റവും സുതാര്യമായ മാർഗമാണ് ഇലക്ട്രൽ ബോണ്ട് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് വിധിയെന്ന് ഹർജിക്കാർ. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടനയ്ക്ക് പുറമെ കോൺഗ്രസും CPIM ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് കോടതിയെ സമീപിച്ചത്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ BJPക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയ സുപ്രീം കോടതി വിധി. ബോണ്ടിലൂടെ ഏറ്റവും കൂടുതൽ പണം വാങ്ങിയത് BJP ആണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കുതിരക്കച്ചവടത്തിനും ബോണ്ടിലൂടെ ലഭിച്ച തുക BJP ഉപയോഗിച്ചുവെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു. കൈക്കൂലി വാങ്ങാനുള്ള മോദി സർക്കാരിന്റെ വഴിയാണ് ഇലക്ട്രൽ ബോണ്ടെന്ന് കോടതി വിധിയിലൂടെ തെളിഞ്ഞതായി രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. 10 വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിനും BJPക്കും സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇലക്ട്രൽ ബോണ്ട് കേസിലെ വിധി. പ്രതിപക്ഷ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് സുതാര്യമെന്നും കള്ളപ്പണം തടയാൻ കഴിയുമെന്നും അവകാശപ്പെട്ടാണ് BJP 2018 ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത്. എന്നാൽ ഭരണഘടനാ വിരുദ്ധമെന്ന സുപ്രീം കോടതി വിധി പ്രതിപക്ഷ ആരോപണങ്ങളെ ശരിവെക്കുന്നു. This is a welcome verdict by the Supreme Court bench, and it's a unanimous verdict, and therefore it is historic that what we had maintained from day one, and amongst the major political parties, CPIM is the only party that refused to accept electoral bonds. So we are satisfied that our petition has been upheld by the court. ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനയുടെ സിംഹഭാഗവും കൈപ്പറ്റിയത് BJP ആണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ BJPയുടെ മൊത്തം സംഭാവന 2120 കോടി രൂപയായിരുന്നു. ഇതിൽ 61% ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്നാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച പാർട്ടിയുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കോൺഗ്രസിന് കിട്ടിയതിന്റെ 7 ഇരട്ടി തുകയാണിത്. BJPക്ക് കൈക്കൂലിയും കമ്മീഷനും വാങ്ങാനുള്ള വഴിയാണ് ഇലക്ട്രൽ ബോണ്ടെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് ബോണ്ടുകളുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവന്നാൽ അത് BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. 24 ഡൽഹി. കൂടുന്ന വില വലയുന്ന ജനം. സപ്ലൈകോ അവശ്യ സാധനങ്ങളുടെ വില വർധനയിൽ സ്തംഭിച്ച് നിയമസഭയുടെ അവസാന ദിവസം. സഭയിൽ ചർച്ച കൂടാതെയാണ് വില കൂട്ടിയതെന്നും സർക്കാർ തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്നും പ്രതിപക്ഷം സബ്മിഷനായി ഉന്നയിച്ചു. എന്നാൽ കാലോചിതമായ സബ്സിഡി പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചതോടെ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. പ്രതിപക്ഷം ബാനർ ഉയർത്തി പ്രതിഷേധിച്ചതോടെ ധനവിനിയോഗ ബില്ലും വോട്ട് ഓൺ അക്കൗണ്ടും ചർച്ച കൂടാതെ പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സപ്ലൈകോ വിലവർദ്ധനവ് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് സബ്മിഷനായി സഭയിൽ ഉന്നയിച്ചത്. വിലവർദ്ധനവ് സഭയിൽ ചർച്ച ചെയ്യാതെ നടപ്പിലാക്കുന്നത് സഭയോടുള്ള അവഹേളനമാണെന്നും വില വർദ്ധിപ്പിക്കില്ലെന്ന് സർക്കാർ തന്നെ ഉറപ്പു നൽകിയതാണെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാരിന്റെ ഔട്ട്ലെറ്റിൽ സാധനങ്ങളുടെ സബ്സിഡി കുറയ്ക്കുന്നു. സബ്സിഡി കുറയ്ക്കുകയും സാധനങ്ങളുടെ വില സപ്ലൈകോയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ കൂടുകയും ചെയ്താൽ പൊതുവിപണിയിൽ അതിന്റെ ആഘാതമുണ്ടാകുകയും ഓർഗാനിക്കായും കൃത്രിമമായും പൊതുവിപണിയിൽ വില വർദ്ധിക്കാനിടയാകുകയും ചെയ്യും. മാതൃകാപരമായ വിപണി ഇടപെടലിനായി സബ്സിഡിയിൽ കാലോചിതമായ പരിഷ്കാരം ആവശ്യമെന്ന് ഭക്ഷ്യമന്ത്രിയുടെ മറുപടി. ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവോ കാര്യങ്ങളോ, അതുകൊണ്ട് സഭാ നടപടികളിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ച വിഷയത്തിൻ്റെ വസ്തുത ഞാൻ പറയാം. അതുമാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. 25% നിന്ന് 35% സബ്സിഡി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്.
വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഭരണപക്ഷം രംഗത്തെത്തി. ഇതോടെ പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുമായി നടുത്തളത്തിലേക്ക്. ഭരണപക്ഷവും സീറ്റിൽ നിന്ന് എഴുന്നേറ്റതോടെ സഭയിൽ ബഹളമായി. ധനവിനിയോഗ വോട്ട് ഓൺ അക്കൗണ്ട് ബിൽ 2-3 വകുപ്പുകൾ ഭേദഗതിയില്ല. സ്പീക്കറുടെ ഇരിപ്പിടം മറച്ചുകൊണ്ടും വലിയ ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ധനവിനിയോഗ ബില്ലും വോട്ട് ഓൺ അക്കൗണ്ടും ചർച്ച കൂടാതെ പാസാക്കി. തുടർന്ന് നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിച്ചവരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ക്രൂരമായി മർദ്ദിച്ചത് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നെങ്കിലും സ്പീക്കർ അനുമതി നിഷേധിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് എല്ലാ ബഹുമാനവും ഡ്യൂ റെസ്പെക്ട് പറ്റില്ല. സോറി. 24 തിരുവനന്തപുരം. പൊതുവിപണിയിലെ വിലവർധന അനുസരിച്ച് ഇനി മുതൽ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും. സബ്സിഡി കുറയ്ക്കുന്നത് ജനങ്ങൾക്ക് ബാധ്യതയാകുമെന്ന് വ്യക്തമായി. സബ്സിഡി കുറച്ചതോടെ പയർ, പരിപ്പ് ഇനങ്ങൾക്ക് 19 മുതൽ 31 രൂപ വരെയാണ് വർദ്ധിക്കുക. 2016 മുതൽ നിശ്ചിത വിലയാണ് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾക്ക് ഈടാക്കിയിരുന്നത്. പൊതുവിപണിയിൽ വില വർദ്ധിച്ചാലും ഇതിന് മാറ്റമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇനി മുതൽ പൊതുവിപണിയിലെ വിലവർധനയ്ക്ക് അനുസൃതമായി സബ്സിഡി സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും. 3 മാസത്തിലൊരിക്കൽ വിപണി വില പരിശോധിച്ച് വില നിശ്ചയിക്കും. സബ്സിഡി കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തതോടെ 13 അവശ്യ സാധനങ്ങൾക്കും വില വർദ്ധിക്കുകയാണ്. ചെറുപയർ കിലോഗ്രാമിന് 74 രൂപയിൽ നിന്ന് 93 രൂപയായി ഉയർന്നു. ഉഴുന്ന് 66 നിന്ന് 95 രൂപയായും വൻകടല 43 നിന്ന് 70ആയും വൻപയർ 45 നിന്ന് 76ആയും വർദ്ധിക്കും. തുവരപ്പരിപ്പ് 45 നിന്ന് 111 രൂപയായി. മുളക് അര കിലോയ്ക്ക് 82 രൂപ നൽകണം. പഞ്ചസാര 22 രൂപയിൽ നിന്ന് 28ആയും വെളിച്ചെണ്ണ അര കിലോ 46 നിന്ന് 55ആയും വർദ്ധിച്ചു. ജയ അരി 29, കുറുവ 30, മട്ടയരി 30, പച്ചരി 26 എന്നിങ്ങനെയാണ് പുതിയ നിരക്ക്. സപ്ലൈകോയെ നിലനിർത്താനാണ് പുതിയ തീരുമാനമെന്ന മന്ത്രി GR അനിൽ. ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ, എന്നാൽ ലാഭത്തിലേക്കല്ല, ചെറിയ മാറ്റം വരുത്തിയാൽ അതിൻ്റെ നഷ്ടം പരമാവധി കുറയ്ക്കാൻ കഴിയും. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം പകരുന്ന ഒരു കേന്ദ്രമായി തുടരാൻ കഴിയുന്ന സ്ഥിതി വരും. 28% സബ്സിഡി അനുവദിച്ചാൽ മതിയെന്നായിരുന്നു ഇതേക്കുറിച്ച് പഠിച്ച സമിതി റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഇത് വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന് വിലയിരുത്തിയാണ് മന്ത്രിസഭാ യോഗം 35% സബ്സിഡി അനുവദിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ പാവപ്പെട്ടങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സാധനം വാങ്ങി കൊണ്ടുപോയി ജീവിക്കണങ്ങളാണ്. അപ്പോൾ ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങണം, ജീവിക്കണ്ടേ. സാധാരണക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അങ്ങനെ ആയതുകൊണ്ട്. ഇപ്പോൾ സബ്സിഡിയുള്ള സാധനമില്ല. നമ്മൾ സാധാരണക്കാർ ജീവിക്കുന്നത് ഇപ്പോൾ ഈ മാവേലി സ്റ്റോറൊക്കെ ആശ്രയിച്ചിട്ടല്ലേ, അതൊന്നും ഇല്ല. ഇപ്പോൾ 70% വരെ സബ്സിഡിയാണ് നിലവിൽ നൽകി വന്നത്. 24 തിരുവനന്തപുരം. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേരളവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചർച്ച തുടരുകയാണ്. ഡൽഹിയിലെ ചർച്ചയിൽ ധനമന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ 4 അംഗ സംഘമാണ് പങ്കെടുക്കുന്നത്. ഔദ്യോഗിക തിരക്കുകൾ കാരണം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുക്കുന്നില്ല. വിവരങ്ങളുമായി R. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്നുള്ള ചർച്ച, കേന്ദ്രവും കേരളവും പരസ്പരം പഴിചാരുന്ന പോരിനിടെയുള്ള ചർച്ച, എത്രത്തോളം പ്രതീക്ഷ വെക്കണം ഈ ചർച്ചയിൽ? അച്യുതൻ. റിജിത്ത്, ധനനയത്തിൽ ഇടപെടാൻ ചില പരിമിതികളുണ്ടെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയാണ് കേരളത്തിന് മുന്നിലേക്ക് ഈ ചർച്ചകളുടെ വഴി തുറന്നത്. ഞാനിപ്പോൾ ഉള്ളത് ധനമന്ത്രാലയത്തിൻ്റെ മുൻപിലാണ്. ഇവിടെയാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. കേന്ദ്രവും കേരളവും തമ്മിലുള്ള കേരളം പ്രതീക്ഷ വച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകളാണ്. കാരണം രാവിലെ KN ബാലഗോപാൽ മാധ്യമങ്ങളോട് കാണുമ്പോഴും അദ്ദേഹം പ്രതികരിച്ചത് കേരളം ഈ ചർച്ചയെ പ്രതീക്ഷയോടെ തന്നെ കാണുന്നുണ്ട്. കേരളം ഹർജിയിലൂടെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് തന്നെയായിരിക്കും ഈ ചർച്ചയിലും പ്രധാനമായും ചൂണ്ടിക്കാട്ടുക. എന്തായാലും സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ധനമന്ത്രി കൂടാതെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലുമാണ് പങ്കെടുക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ധനകാര്യ സെക്രട്ടറിയാണ് പങ്കെടുക്കുന്നത്. നിർമ്മല സീതാരാമൻ മന്ത്രാലയത്തിലുണ്ടെങ്കിലും ഈ ചർച്ചകളുടെ ഭാഗമായി പങ്കെടുത്തെങ്കിലും ചില ഔദ്യോഗിക തിരക്കുകളാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. ഒരു പക്ഷേ ധനമന്ത്രിയുടെ സാന്നിധ്യം, കേന്ദ്ര ധനമന്ത്രിയുടെ സാന്നിധ്യം ഒരുപക്ഷെ ചർച്ചയിൽ ഉണ്ടായേക്കാം. എന്തായാലും അത് സംബന്ധിച്ച് വ്യക്തതയൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും കേരളം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ, ഈ കടമെടുപ്പ് പരിധി, അതിൽ അടിയന്തരമായി 26,000 കോടി രൂപ അനുവദിക്കണമെന്നൊരു ആവശ്യം കേരളം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും കടം, അത് പൊതുകടത്തിൽ, കേരളത്തിന് പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയത് അത് പിൻവലിക്കണമെന്നൊരു ആവശ്യം കൂടി കേരളം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് കേന്ദ്രം ഒരുങ്ങുകയാണെങ്കിൽ അത് കേരളത്തിന് വലിയ ആശ്വാസമായി തന്നെ മാറും. കാരണം പൊതുവെ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ അത്തരം അനുകൂല നടപടികളിലേക്ക് കേന്ദ്രം കടന്നാൽ അത് കേരളത്തിനെ സംബന്ധിച്ച് വളരെ
ശുഭകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. മറിച്ച് ഇന്ന് ഈ ശരി, ആർ അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ചർച്ചയിൽ ഏത് തരത്തിലുള്ള പുരോഗതിയാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരല്പസമയത്തിനകം തന്നെ വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കുന്നത്. കിഫ്ബിയിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ തള്ളി CAG ഓഡിറ്റ് റിപ്പോർട്ട്. കിഫ്ബി കടമെടുപ്പ് സർക്കാരിന് ബാധ്യതയുണ്ടാക്കുന്നതായി വിശദീകരിക്കുന്ന റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിച്ചു. ബജറ്റിന് പുറത്തുള്ള കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടിയെന്നാണ് CAGയുടെ കണ്ടെത്തൽ. ഭൂമി പതിച്ചു നൽകുന്നതിലെ ഗുരുതര ക്രമക്കേടുകളും CAG റിപ്പോർട്ടിൽ ഉണ്ട്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത കടം സർക്കാരിന്റെ അധിക ബാധ്യതയാണെന്നാണ് CAGയുടെ നിലപാട്. കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ല. ബജറ്റിലൂടെ സ്വന്തം വരുമാനമെടുത്ത് കിഫ്ബിയുടെ കടബാധ്യതകൾ തീർക്കുകയാണ് സർക്കാർ. അതുകൊണ്ട് തന്നെ ഇത് ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പാണ് എന്ന വാദം അംഗീകരിക്കാനാവില്ല. പെൻഷൻ കമ്പനിയുടെ 11,206.49 കോടിയുടെ വായ്പയും ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പാണെന്ന് CAG പറയുന്നു. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് നിയമസഭയിൽ വിശദീകരിക്കാതെ നിയമസഭയുടെ പൊതുസാമ്പത്തിക മാനേജ്മെന്റ്, മേൽനോട്ടം എന്നീ ഉത്തരവാദിത്തങ്ങളിൽ സർക്കാർ വെള്ളം ചേർത്തു. അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കിയെന്നും CAG കുറ്റപ്പെടുത്തി. ധനക്കമ്മിയുടെ മൊത്തം സംസ്ഥാന ഉൽപ്പാദനവുമായുള്ള അനുപാതം കൂടി. GSTP നഷ്ടപരിഹാരത്തിന് ഒന്നിന് പിന്നാലെ ഒന്നായി കിട്ടിയ വായ്പ കടമായി പരിഗണിച്ചില്ല. റവന്യൂ വരുമാനത്തിന്റെ 19.98% പലിശയ്ക്കായി വിനിയോഗിച്ചത് ആശങ്കയുണ്ടാക്കുന്നെന്നും റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാനത്ത് വിപണി വില ഈടാക്കാതെ അനർഹർക്ക് ഭൂമി പതിച്ചു നൽകിയെന്ന സുപ്രധാന കണ്ടെത്തലുകളും CAG നടത്തി. പതിച്ചു നൽകിയ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചു. പാട്ടക്കരാറും പാട്ടത്തുകയും സമയോചിതമായി വർദ്ധിപ്പിക്കാത്തത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. മേഖലയിൽ രാത്രി DJ പാർട്ടികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. മയക്കുവെടി വെക്കുന്നതിലെ കാലതാമസം പരിഹരിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ റാങ്കിലുള്ള സ്പെഷ്യൽ ഓഫീസറെ വയനാട് ജില്ലയിൽ നിയമിക്കും. വലിയ വന്യജീവികൾ വരുന്നത് തടയാൻ പുതിയ ഫെൻസിംഗ് രീതികൾ പരീക്ഷിക്കും. സ്വകാര്യ എസ്റ്റേറ്റുകളിലെ അടിക്കാട് നീക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗപ്പെടുത്തുന്ന കാര്യം കർണാടക സർക്കാരുമായും കേന്ദ്ര സർക്കാരുമായും ആലോചിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. വന്യജീവി ആക്രമണം തടയാൻ റവന്യൂ, പോലീസ്, വനം ഉദ്യോഗസ്ഥർ ചേർന്ന വാർ റൂം സജ്ജമാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം ഉറപ്പാക്കി ഏകോപന സമിതിയും രൂപീകരിക്കും. മയക്കുവെടി വെക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, റവന്യൂ വകുപ്പ്, പോലീസ്, വനംവകുപ്പ് എന്നിവരുടെ ഒരു കൂട്ടായ്മയാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുക. മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് കൊടുക്കുന്നതിലുൾപ്പെടെ കാലതാമസം ഒഴിവാക്കാൻ അത് ത്വരിതപ്പെടുത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. വളരെ കാര്യക്ഷമമായി തന്നെ ആ ശ്രമം തുടർന്നുകൊണ്ട് പോകും. അത് അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വയനാട് ജില്ലയിലെ ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനങ്ങൾ എടുത്തത്. 24 തിരുവനന്തപുരം. മാനന്തവാടിയിലെ ആളക്കൊല്ലി മോഴയാനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം 5ാം ദിവസവും ഫലം കണ്ടില്ല. തോൽപ്പെട്ടി വനമേഖലയിലെ മാനിവയലിലും കുതിരക്കോടും ഉൾപ്പെടുന്ന ഭാഗങ്ങളിലാണ് വേലൂർ മഗ്നയുള്ളത്. കർണാടകയിൽ നിന്നുള്ള വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘവും ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ നാളെ ദൗത്യസംഘത്തിന്റെ ഭാഗമാകും. പുലർച്ചെ അതിശൈത്യവും പകൽ കുംഭച്ചൂടിന്റെ കാഠിന്യവും നിറഞ്ഞ പ്രതികൂല കാലാവസ്ഥയിലും വേലൂർ മഗ്നയെ പിടിക്കാൻ ദൗത്യം തുടരുകയാണ് വനംവകുപ്പ്. മാനിവയൽ കുതിരക്കോട് മേഖലയിലാണ് ഇന്ന് ആനയുടെ സാന്നിധ്യം. 100 മീറ്റർ വരെ അടുത്തെത്തിയിട്ടും മയക്കുവെടി വയ്ക്കാൻ പൊന്തക്കാടുകൾ നിറഞ്ഞ പ്രദേശം അനുവദിക്കുന്നില്ല. ഇടതൂർന്ന വനമേഖലയായതിനാൽ ആകാശ നിരീക്ഷണവും പലപ്പോഴും പ്രതിസന്ധിയിലാണ്. കേരള വനംവകുപ്പിലെ 200 അംഗ സംഘത്തിന് പുറമെ കർണാടകയിലെ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ 25 അംഗ സംഘവും തെരച്ചിലിന്റെ ഭാഗമായി ടൈഗർ, എലിഫന്റ് ടാസ്ക് ഫോഴ്സുകളാണ് ബേഗൂരിൽ എത്തിയിട്ടുള്ളത്. വനംവകുപ്പിന്റെ സമാനമായ നിരവധി ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ അരുൺ സക്കറിയ നാളെ തിരുനെല്ലിയിൽ എത്തും. ദൗത്യം വിജയം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. 100% അരുൺ സക്കറിയെ പോലത്തെ ഡോക്ടർമാർ വരുമ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട്. ആളുകളെ സംബന്ധിച്ചിട്ട് ഒരു ഹർത്താൽ പ്രതിവിധിയാണ്. നിങ്ങളെല്ലാം കാണുന്നില്ലേ, പുറത്തിറങ്ങാൻ പറ്റൂല, സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല. തിരുനെല്ലിയിലെ 6 വാർഡുകളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. കുതിരക്കോട്, ബാവലി, ബേഗൂർ, ചേലൂർ, പനവല്ലി, ആലത്തൂർ വാർഡുകളിലാണ് നിരോധനാജ്ഞ. ബേലൂർ മഖനയ്ക്കൊപ്പം ഇന്നുമുണ്ട് മോഴയാനയുടെ സാന്നിധ്യം. ജനവാസ മേഖലകളാണ് അടുത്തുള്ളത്. ഇവിടേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ജാഗ്രത തുടരുന്നുണ്ട് വനംവകുപ്പ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.
വാർത്തകളിലേക്ക് വീണ്ടും. കർഷക സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന നിർണായക ചർച്ച അല്പസമയത്തിനകം ആരംഭിക്കും. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ, പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. ചർച്ച കഴിയും വരെ സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് കർഷകരുടെ തീരുമാനം. ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് കർഷകർ ഉറപ്പിച്ചു വ്യക്തമാക്കുന്നുണ്ട്. ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറും മുൻ മന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള പോര് പുതിയ തലത്തിലേക്ക്. ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ആന്റണി രാജു ചടങ്ങിന് 1 മണിക്കൂർ മുമ്പ് ബസ്സുകൾ സന്ദർശിച്ചു. ഉദ്ഘാടന വേദിയിൽ ഇലക്ട്രിക് ബസ്സുകൾക്ക് എതിരായ നിലപാട് കെ വി ഗണേഷ് കുമാർ തിരുത്തി. ഗതാഗത വകുപ്പിൽ അടിമുടി പ്രശ്നമാണ്. KSRTC CMDയുടെ അവധി, ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് വകുപ്പ് മന്ത്രിയുടെ പരസ്യ ശകാരം, ഒടുവിൽ ഗതാഗത മന്ത്രിയും മുൻ മന്ത്രിയും തമ്മിലുള്ള പോര് മറനീക്കി പുറത്തുവന്നു. KSRTC പുതുതായി വാങ്ങിയ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളുടെ ഉദ്ഘാടന പരിപാടി നേരത്തെ നിശ്ചയിച്ചത് ആന്റണി രാജുവിന്റെ മണ്ഡലത്തിലെ പുത്തരിക്കണ്ടം മൈതാനത്ത്. എന്നാൽ സ്ഥലം MLA ഒഴിവാക്കാൻ തൊട്ടടുത്ത മണ്ഡലമായ വട്ടിയൂർക്കാവിലെ വികാസ് ഭവനിലേക്ക് പരിപാടി മാറ്റിയെന്ന് ആക്ഷേപം. നീക്കത്തിൽ പ്രതിഷേധിച്ച് ആന്റണി രാജു ഉദ്ഘാടന ചടങ്ങിന് 1 മണിക്കൂർ മുൻപ് വികാസ് ഭവനിലെത്തി ബസ്സുകൾ സന്ദർശിച്ചു. ഇലക്ട്രിക് ബസ് തന്റെ കുഞ്ഞാണെന്നും പരിപാടിയുടെ വേദി മാറ്റിയത് എന്തിനാണെന്ന് അറിയില്ലെന്നും മുൻ മന്ത്രി ആന്റണി രാജു. അപ്പോൾ ഇത് കിഴക്കേക്കോട്ട, തമ്പാനൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് KSRTCയുടെയും നഗരത്തിൻ്റെ ഒരു പ്രധാന ഹൃദയഭാഗം. അവിടെ വെച്ചൊക്കെയാണ് സാധാരണ ഉദ്ഘാടനം. തൈക്കാട് പോലീസ് ഗ്രൗണ്ട്, കഴിഞ്ഞ തവണ 50 ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തത് വലിയ ചാലയുടെ കിഴക്കേക്കോട്ട തമ്പാനൂരിൻ്റെ തൊട്ടടുത്തുള്ള. അപ്പോൾ ഇത്തവണ ഇതൊരു ഒഴിഞ്ഞ ഒരു മൂലയിലാണ് ഇതിപ്പോൾ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞായതുകൊണ്ട്, എൻ്റെ കുഞ്ഞും കൂടെ ആണല്ലോ, അപ്പോൾ അതിനെ കാണാനുള്ളൊരു കൗതുകം കൊണ്ടൊന്ന് ഇറങ്ങിയെന്നുള്ളതേ ഉള്ളൂ. ഇലക്ട്രിക് ബസ് വിവാദത്തിൽ മുന്നണി ഇടപെട്ടതോടെ നിലപാട് മയപ്പെടുത്തിയ KB ഗണേഷ് കുമാർ ഉദ്ഘാടന വേദിയിൽ മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ പൊല്യൂഷൻ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെയധികം മുന്നേറാൻ ഈ പദ്ധതി കഴിഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതി ഏറ്റവും ഉപകാരപ്രദമായി ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ബസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ നഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നഷ്ടത്തെ പറ്റിയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഓടുന്ന കണ്ടീഷനിൽ ഏതാണ്ട് പകുതിയോളം വണ്ടികൾ 0യ്ക്ക് താഴെയാണ് വരുന്നത്. അത് മാറ്റും. ഗതാഗത മന്ത്രിയും മുൻ ഗതാഗത മന്ത്രിയും തമ്മിലുള്ള പോരിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെടുമോ എന്നതാണ് ശ്രദ്ധേയം. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഒരു വശത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുകയും മറുവശത്ത് സുരക്ഷ ഒരുക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് പറ്റിയ പണി നാടക കമ്പനിയാണെന്ന് ഗവർണർ പരിഹസിച്ചു. ഗവർണർക്കെതിരെ ഇന്നും തൃശൂരിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. കരിങ്കൊടി കാട്ടിയ SFI പ്രവർത്തകരെ BJP പ്രവർത്തകർ മർദ്ദിച്ചു. SFIയുടെ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ വീണ്ടും രംഗത്തെത്തിയത്. ഒരു വശത്ത് SFIക്കാരെ കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു, മറുവശത്ത് തനിക്ക് പോലീസ് സുരക്ഷ ഒരുക്കുന്നു. മുഖ്യമന്ത്രിക്ക് പറ്റിയ പണി നാടക കമ്പനി നടത്തുന്നതാണെന്ന് ഗവർണർ. The chief minister, I think it will be a better career for him if he starts a theatre company. He, on one hand, he is directing the SFI to stage these violent protests, and on the other hand, he is asking the police to arrest them. തൃശൂർ ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗവർണറെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. CRPFന്റെയും പോലീസിന്റെയും അതീവ സുരക്ഷ ഭേദിച്ചുകൊണ്ടായിരുന്നു SFIയുടെ അപ്രതീക്ഷിത പ്രതിഷേധം. ഗവർണറുടെ വാഹനത്തിനരികിൽ നിന്ന് SFI പ്രവർത്തകർ കരിങ്കൊടി വീശി. പ്രതിഷേധക്കാരെ തടയുന്നതിനിടയിൽ 2 പോലീസുകാർ നിലത്തു വീണു. പിന്നാലെ സമീപത്തുണ്ടായിരുന്ന BJP പ്രവർത്തകർ SFI പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു. കരിങ്കൊടി കാണിച്ച 14 SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI പ്രവർത്തകരെ മർദ്ദിച്ച BJP പ്രവർത്തകർക്കായി അന്വേഷണം ഊർജിതമാക്കി. ഇരിങ്ങാലക്കുടയിൽ ഗവർണറുടെ പരിപാടി നടക്കുന്ന ടൗൺ ഹാളിന് മുന്നിൽ പോസ്റ്റർ പതിപ്പിച്ച SFI അവിടെ വച്ചും കരിങ്കൊടി കാണിച്ചു. 24 തൃശൂർ. നോക്കാമിനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ത്യ UAE നയതന്ത്ര ബന്ധത്തിൽ പുതിയ നാഴികക്കല്ല്. വാണിജ്യ നിക്ഷേപ കരാറുകളിൽ ഒപ്പുവെച്ച് ഇരു രാജ്യങ്ങളും. ഖത്തർ അമീറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് മോദി. നാവികരുടെ മോചനത്തിൽ നന്ദി അറിയിച്ചു. 3 ദിവസത്തെ UAE ഖത്തർ സന്ദർശനം പൂർത്തിയാക്കി മോദി ഡൽഹിയിലേക്ക്.
തിരുവനന്തപുരം വെള്ളായണിയിൽ ഡേ കെയറിൽ നിന്ന് 1.5 കിലോമീറ്റർ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്ന് 2 വയസ്സുകാരൻ. വിജനമായ വഴിയിലൂടെ കുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. രക്ഷിതാക്കളുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ്. ഇന്ത്യ സഖ്യത്തിന് വീണ്ടും തിരിച്ചടി. ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് നാഷണൽ കോൺഫറൻസ്. ജമ്മുകശ്മീരിൽ സഖ്യമില്ലെന്ന് ഫറൂഖ് അബ്ദുള്ള. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് CMRL മണൽ കടത്തിയതിന് എന്ത് തെളിവ് എന്ന ചോദ്യവുമായി ലോകായുക്ത. തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് CMRLനെ കക്ഷി ചേർത്തില്ല എന്നും കോടതി ചോദിച്ചു. പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുന്നു.